ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, വീണ്ടും ഒരാൾ കൂടി തിരുവനന്തപുരത്ത് നിന്നും മരിച്ചു എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഒരാഴ്ച മുൻപ് മാത്രം ഈ സ്ഥലത്തേക്ക് എത്തിയ ആളാണ് ശ്രീജേഷ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നൃപൻ? തീർച്ചയായും ദുഃഖകരമാണ് അസിത. ഇന്ന് തിരുവനന്തപുരത്ത് ആദ്യ മരണം രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉച്ചയോടുകൂടിയാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പൊ രാത്രിയോടുകൂടി ശ്രീജേഷ് തങ്കപ്പൻ എന്ന വർക്കല ഇടവ സ്വദേശിയാണ് ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ശ്രീജേഷ് 7 ദിവസം മാത്രമാണ്, 7 ദിവസത്തിന് മാത്രം മുൻപാണ് കുവൈത്തിൽ എത്തിച്ചേർന്നത്, ആ കമ്പനിയിൽ ജോലിക്കായി എത്തിച്ചേർന്നത്. അപ്രതീക്ഷിതമായ അദ്ദേഹത്തെ മരണം അപകരിക്കുകയായിരുന്നു. നേരത്തെ ഇദ്ദേഹം ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹം ഇടവ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ നഷ്ടപ്പെട്ടു പോയി, സ്ഥലത്തില്ല, നേരത്തെ ഉപേക്ഷിച്ചു പോയി എന്നാണ് ലഭിക്കുന്ന വിവരം. അമ്മ കോവിഡ് ഘട്ടത്തിൽ മരണപ്പെടുകയും ചെയ്തു. ഏക സഹോദരി സൗദി അറേബ്യയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നാൽ തന്നെ എവിടെയാണ് സംസ്കരിക്കുക എന്ന സംബന്ധിച്ച സ്ഥിരീകരണം ഇവിടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇടവ സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത് നേരത്തെ. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇപ്പോൾ ആരും ആ പ്രദേശത്തില്ല. അകന്ന ബന്ധുക്കൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവരുമായി അന്വേഷിക്കുമ്പോൾ മാത്രമേ ബാക്കി വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. ഏറ്റവും സങ്കടകരമായ കാര്യം, അദ്ദേഹം ഈ കൃത്യം ഒരാഴ്ചക്ക് മുമ്പ് മാത്രമാണ് ഈ കമ്പനി ജോലിക്ക് എത്തിയത്. അത് ഒരാഴ്ച കഴിയും മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മരണം അപകരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരാളാണ്. ഏക സഹോദരി സൗദി അറേബ്യയിലാണ്. ഈ അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോഡി നാളെ മറ്റ് മൃതദേഹങ്ങൾക്കൊപ്പം എത്തിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അസിത. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും ഒടുവിലായി തിരിച്ചറിഞ്ഞ 2 പേരിൽ ഒരാൾ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ശ്രീജേഷ് എന്നാണ് പേര്. ഒരാഴ്ച മുൻപ് മാത്രമാണ് ഈ കുവൈറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ശ്രീജേഷ് മരിച്ച മലയാളികളിൽ ഒരാളായി ഉൾപ്പെടുന്നു. മറ്റൊരാൾ കരുനാഗപ്പള്ളി സ്വദേശിയാണ്, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരിച്ചറിഞ്ഞ 2 പേരിൽ ഒരാളാണ്. ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്.